പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. കണ്ണുകൾ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കൃഷ്ണയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് മണിക്കുട്ടിയാണ് മുന്നിലേക്ക് കടന്നു വരുന്നത്. ഈ കാര്യം അറിയുന്ന മുത്ത് അവൾക്കൊരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് മണിക്കുട്ടിയെ ചെന്ന് കാണുന്ന ജയമോഹിനി എത്രയും പെട്ടെന്ന് കൃഷ്ണയെയും കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ ഈ കാര്യം അറിയുന്ന കൃഷ്ണ ഇനി താൻ ആർക്കും ഭാരമായി ഇവിടെ നിൽക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് മണിക്കുട്ടിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള മുത്തിന്റെ തിരിച്ചടി ഉണ്ടാകുന്നത്. അച്ഛൻ തന്നെ തള്ളിക്കളഞ്ഞതായും അതുകൊണ്ട് തന്നെ ഇനി തൻ്റെ അച്ഛൻ കൃഷ്ണയല്ല എന്നുള്ള കാര്യം വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് മുത്ത്. അപ്രതീക്ഷിതമായ ഈ സംഭവം കൃഷ്ണയെ ആകെ തകർത്ത് കളയുന്നു. മാത്രവുമല്ല, ഇനി തന്നെ മകളെ എന്ന് പോലും വിളിക്കരുത് എന്ന് വ്യക്തമാക്കുന്ന മുത്ത് മണിക്കുട്ടി മാത്രമാണ് ഇനി മകൾ എന്നുള്ള കാര്യം ഓർമ്മിക്കാൻ പറയുകയും ചെയ്യുന്നു. ഇതോടെ തകർന്നു പോയിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണ. പക്ഷേ കാര്യങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി മണിക്കുട്ടി ശ്രമിക്കുന്നുവെങ്കിലും അത് കേൾക്കാൻ തയ്യാറാകാതെ മുത്ത് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്നത് നമ്മുടെ കാവ്യയെ മാനസികമായി വേദനിപ്പിച്ചതിനെ തുടർന്ന് എന്തൊക്കെ സംഭവിച്ചാലും മുത്ത് ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നു. ഇതേ സമയം കൃഷ്ണ വീട് വിട്ട് മണിക്കുട്ടിയെയും കൂട്ടിക്കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.